ഇന്ന് നമ്മളൊരു ചെറിയൊരു വ്ളോഗാണ്. ഇന്ന് ഇപ്പം എന്താ വെച്ചാൽ നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അപ്പം അതിനു വേണ്ടി ഇറങ്ങിയതാണ് നിലമ്പൂർ. അപ്പോൾ എന്താ വെച്ചാൽ വടപ്പുറം ആണ് പോകുന്നത്. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഒരു അബദ്ധം പറ്റി. സാധനമൊക്കെ എടുത്ത് ഫയൽ കൊണ്ടുപോയി വെച്ചിരിക്കുന്നത് ഓളെ വീട്ടില്ല. ഇപ്പോൾ 10 കിലോമീറ്റർ പോകേണ്ട അടുത്ത് നമ്മൾ 20 കിലോമീറ്റർ ചുറ്റിക്കറങ്ങി പോകണം. അപ്പോൾ അതിന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. ഉമ്മയുണ്ട്, വൈഫുണ്ട്. അത് പിടിച്ചാൽ ഒരു നല്ല കാണുള്ളൂ. ഇനിയിപ്പോൾ ഇന്ന് അത് കഴിഞ്ഞ് എൻ്റെ സ്ക്രീൻ കാർഡ് ഒട്ടിക്കാൻ പോകണം ഫോണിൻ്റെ. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു സെൽഫി സ്റ്റിക്ക് വാങ്ങണം. അപ്പോൾ വീഡിയോ ഒന്ന് പ്രോത്സാഹനം തരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഡെയിലി വ്ളോഗായിട്ട് എടുക്കാനുള്ള പരിപാടികളാണ്. ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് ചില ദിവസങ്ങളിൽ ഉണ്ടാവില്ല, അല്ലാത്ത ദിവസങ്ങളൊക്കെ മാക്സിമം അപ്ലോഡ് ചെയ്ത് കയറ്റാൻ നോക്കും. എനിക്കൊരു ഓസ്മോ പോക്കറ്റ് വാങ്ങണം, അതാണ് എൻ്റെ മെയിൻ ഇതുള്ളത്. വീഡിയോസ് എടുത്ത് യൂട്യൂബിലിട്ട് ഒരു വരുമാനം ജനറേറ്റ് ചെയ്തിട്ട് വേണം മേടിക്കാനും. അപ്പോൾ ചെറിയൊരു വരുമാനം കിട്ടിയിരുന്നു, ഒരു 3000 രൂപ കുറച്ച് മുന്നേ. അപ്പോൾ എന്താ പറയുക, പിന്നെ ഇടയ്ക്ക് വീഡിയോസൊക്കെ ഇടാതായി, ആഡും കാര്യങ്ങളൊക്കെ പോയി, മോണിറ്റൈസേഷൻ പിന്നെ നിന്നു. പിന്നെ ഇപ്പോൾ റീസ്റ്റാർട്ട് ചെയ്ത കാരണം വെച്ചാൽ കുറച്ച് ഇത് വേണമല്ലോ, നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പോഴാണല്ലോ വീഡിയോ ഒക്കെ ഇടാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഒരു ഫ്രീ ടൈം കിട്ടിയപ്പോൾ പിന്നെ വീണ്ടും ഇട്ടു. പക്ഷേ അപാകതകളും പോരായ്മകളും ഉണ്ടാകും, കാരണം എല്ലാം തിരഞ്ഞിട്ട് ഒരാളും ഉണ്ടാവില്ല. അപ്പം നിങ്ങളൊക്കെ സഹകരിക്കുക, എല്ലാവരും നമുക്കൊരു സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വരുമാനം ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുമാത്രമല്ല ഒരു ക്രേസാണ് വീഡിയോ ഇടുക എന്നുള്ളത്. പിന്നെ ചെറിയ സിനിമയിലൊക്കെ അഭിനയിക്കുന്നുണ്ട്, അങ്ങനെ അതിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു 2018 ലാസ്റ്റ് ചെയ്തത്. അതിനുശേഷം പിന്നെ അത് നിർത്തി, ഇപ്പോൾ കുറേ ആയി. പിന്നെ പുതിയ പ്രൊജക്റ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് പോകാൻ പറ്റില്ല, ജോലിയിൽ കോൺസെൻട്രേഷൻ ചെയ്തിട്ട്. ഇപ്പം ഇതൊന്നൊരു യൂട്യൂബിൽ നിന്നൊരു നമുക്ക് സ്റ്റിക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, എന്താ പറയുക, യൂട്യൂബിൽ തന്നെ സ്റ്റേ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എനിക്ക് ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. പുറത്ത് നോയ്സ് ഉണ്ടായി കിട്ടുമെന്നുള്ള അറിയില്ല. അപ്പോൾ നമ്മളിങ്ങനെ എന്താ പറയുക, യാത്ര ഇനിയും ഒരു 10-15 മിനിറ്റ് യാത്ര ചെയ്തിട്ട് വേണം പോകാൻ. അപ്പോൾ നമ്മൾ പോകുന്നത് എടക്കര തന്നെയാണ്, ആദ്യം പോകുന്നത് എടക്കരയാണ് വൈഫിൻ്റെ വീടുള്ളത്. അവിടെ പോയിട്ട് ഫയൽ എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, നേരെ വടപ്പുറം പോകും. അപ്പം അതിൻ്റെ ഇടയിലുള്ളതാണ് നമ്മുടെ നിലമ്പൂരിൽ തന്നെ വേൾഡ് റെക്കോർഡ് നേടിയിട്ടുള്ള സ്ഥലമാണ് കനോലി പ്ലോട്ട് എന്ന് പറയുന്നത്. പോകുന്ന വഴിക്ക് കാണിച്ചു തരാം. അവിടെ ഇറങ്ങാൻ പറ്റുമെന്നൊന്നും അറിയില്ല, ഇറങ്ങാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വിഷ്വലി നമുക്ക് അവിടെ നിന്ന് കാണിച്ചു തരാൻ പറ്റും. പിന്നെ വീഡിയോ അത്യാവശ്യം വലിയ ക്ലാരിറ്റിയോ കാര്യങ്ങളോ ഉണ്ടാവില്ല, കാരണം കുറഞ്ഞ ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ, ഫോണിലാണ് എടുക്കുന്നത്. അപ്പം നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ക്യാമറ അതുപോലെയുള്ള എല്ലാ എക്യുപ്മെൻസും റെഡിയാക്കിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിത് സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു 320 പേരുണ്ട്. അപ്പോൾ അവർ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1000-1500 വ്യൂസും ചില വീഡിയോസിന് കിട്ടുന്നുണ്ട്. പിന്നെ വലിയ വലിയ വ്ളോഗുകൾക്കൊന്നും 100-120 അങ്ങനെയുള്ള വ്യൂസും മാത്രമേ കിട്ടുന്നുള്ളൂ. ചെറിയ ഷോർട്ട് വീഡിയോക്കൊക്കെ 5000, അതുപോലെ 4500-5000 വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്താ വെച്ചാൽ ഓരോരുത്തരുടെ ഒരു ഇതുപോലെയാണ്, കാരണം 30 സെക്കൻഡ് ടൈമുകളുണ്ടല്ലോ. പിന്നെ നമ്മളൊക്കെ വലിയൊരു എൻ്റെ ഇൻസ്പിറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബുൾജെറ്റാണ്, അതുപോലെ തന്നെ ടെക് ട്രാവൽ ആൻഡ് ഈറ്റ് എന്ന് പറയുന്നത് സുജിത് ഭക്തൻ, അതുപോലെയുള്ള ആൾക്കാരാണ് നമ്മുടെ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. ബട്ട് കൂടുതലും ഞാൻ ഉദ്ദേശിക്കുന്ന ട്രാവൽ വ്ളോഗ്, അതുപോലെ തന്നെ ഡെയിലി ലൈഫുള്ള വ്ളോഗ്സും കാര്യങ്ങളും. പിന്നെ വൈഫ് ബഷീർ ബാഷീൻ്റെ ആരാധകനാണ്, അപ്പോൾ ആരാധിക്കുകയാണ്. അപ്പോൾ അതുപോലെ ആവാൻ വേണ്ടി 2 കെട്ടണം. ഈ പറയുമ്പേ അങ്ങനെ ഫയൽ കിട്ടി, തിരിക്കുകയാണ്. കുറച്ച് ചീരയൊക്കെ കാണിച്ചു കൊടുക്കി, ചീര കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കി. എന്താണ് പെണ്ണുങ്ങളെ വീട്ടിൽ പോകരുതെന്ന് പറയുന്നതാണ്. പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഫുള്ള് കൊണ്ടുവരും. കറിവേപ്പിൻ്റെ ഇല ഇതുപോലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പോകുന്നുണ്ട്. റോഡാണ്, എല്ലാവരും അങ്ങനെ തന്നെയല്ലേ, അവനാൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഓരോന്ന് കൊണ്ടുവരും. അങ്ങോട്ട് പോകുമ്പോൾ ഒരു കേസായി, കരുമിൻ്റെ 2 ദിവസം കുഞ്ഞാ പറഞ്ഞൊരു സൈഡ് എന്താണ് നമ്മൾ പോയപ്പോൾ ഒരു കേസല്ലേ, പിന്നെ ചിലപ്പോൾ 2 കേസ്. അതുപോലെ ഡ്രസ്സും അതും ഇതൊക്കെ കൂടിയല്ലോ, ചെരുപ്പ് ഡ്രസ്സൊക്കെ ഉമ്മടുത്ത് വാങ്ങി വെച്ചിട്ട് അതൊക്കെ കൊണ്ടുവന്നു. ഇപ്പോൾ നമ്മൾ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് പോവാണ്.
ഒരു ഏകദേശം 25 മിനിറ്റിന് ഈ യാത്ര ഉണ്ട്. 12:30 അവിടെ എത്തണം. അപ്പൊ സമയം ഒന്ന് കറക്റ്റ് പറഞ്ഞിട്ട് 12:10 20 മിനിറ്റ് കൊണ്ട് എത്തിക്കണം. പോവും. പിന്നെ കനോലി പ്ലോട്ട് പോണ വഴിക്ക് എന്തായാലും കാണിച്ചിറങ്ങി. ആ വീഡിയോ എപ്പോഴും എടുക്കുന്നതാണ്. അവിടെ നമ്മളവിടെ എപ്പോ പോയാലോ ആ പ്ലേസ് എടുക്കും. എന്നെ കാണില്ല, എന്നെ കാണില്ലടി. ടൗൺ എത്തി. ഇതാണ് എടക്കര ടൗണ് പകല് കാണാന് വലിയ ഭംഗി തോന്നൂല. കാരണം ഇത് രാത്രി കാണും. രാത്രിയാണ് ഏത് ടൗൺ ആണെങ്കിലും രാത്രി കാണുമ്പോഴാണ് ഒരു ഭംഗി ഉണ്ടാവുക. വിശാലമായിട്ട് നല്ലൊരു ഏരിയ ഉള്ളത്. അപ്പോൾ കുറേ ഉണ്ട് കേട്ടോ. ടൗൺ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇവിടെ ജിടെക് പഠിക്കാൻ പോയത്. കാണിച്ചു കൊടുക്കണം. കമ്പ്യൂട്ടർ സെന്റർ 9ാം ക്ലാസ് കഴിഞ്ഞ് വെക്കേഷൻ ആയപ്പോൾ ഞാനും ഫാരിഷ് ഓപ്പറേറ്റർ ഏതോ ഒരു കോഴ്സ് ആയിരുന്നു. അന്ന് ടൗൺ എങ്ങനെയാണെന്നുള്ളത് ഇന്ന് ഇത്രയൊന്നും കടകളൊന്നുമില്ല. ഡ്രൈവിംഗ് സ്കൂളുകാരാണ് കുറേ ഉള്ളത്. ഡ്രൈവിംഗ് പഠിക്കുന്നത് കാറ് പഠിക്കണം ഭയങ്കര ആഗ്രഹമുണ്ട്. നിങ്ങൾ പഠിപ്പിച്ചാൽ ഇത് ബേക്കിന്ന് കടന്ന് ഇങ്ങനെ ഓണടിക്കുക. എന്നാൽ മുമ്പത്തെ കാര്യം നോക്കുക. അതില്ല. ഇത് ഓണടിച്ചിട്ട് എന്താ കാര്യം? മുമ്പിൽ കുറേ വണ്ടികളുള്ള കാണും. ബ്ലോക്ക് കട്ടാക്കിട്ടോ. സമയം കുറേ ഞങ്ങൾ മെല്ലെ കഴിച്ചില്ലായിട്ടോ. വൺ സൈഡ് ഫുള്ള് ബ്ലോക്കാണ്. അവിടെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര നേരം കിടക്കേണ്ടി വരും. അന്തഭായത്തിന് രക്ഷപ്പെട്ടാണ്. പക്ഷെ ബൈക്കാരാണ് വിഷയം. ബൈക്കാർ പറഞ്ഞിട്ട് കാര്യമില്ല. പെരും ചൂട്. നമ്മൾ ഈ വണ്ടിക്കകത്ത് ഇരിക്കുന്നതുകൊണ്ട് അറിയില്ല ചൂട്. ഏകദേശം പുറത്ത് 30-40 ഡിഗ്രി സെൽഷ്യസ് ചൂടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ടെമ്പറേച്ചർ തന്നെ 10, 20, 22, 28% ടെമ്പറേച്ചർ. മൈജി ഇവിടെ ഉണ്ട്. ഇനിയും 2-3 മൈജി ഷോപ്പ് കണ്ടോ. മൈജിയിലാണ് മറ്റേ മുത്തമണിൻ്റെ അനിയല്ലേ ആര് കുഞ്ഞാവ ആർക്കേടെ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് ഷെഫീഖ്. ഇമേജ് ഉണ്ടല്ലോ അവിടെ. ഇമേജ് എടുക്കലല്ലേ. ഇമേജ് അടക്കരുത്. ഇമേജൊന്നും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വിളി വരില്ല കേട്ടോ. പൊട്ടിയാലും മാറ്റിത്തരും. അതാണ് ഇമേജ്. ഇമേജിൻ്റെ പിന്നെ എന്താ പരസ്യമാവും. പെട്രോൾ പമ്പൊക്കെ ഒരുപാടുണ്ട്. ഇപ്പോൾ ഇവിടെ 2-3 പെട്രോൾ പമ്പുണ്ട്. ലാസ്റ്റത്തെ പെട്രോൾ പമ്പ് ഇതല്ല, ഇത് സെൻട്രലിലെ പെട്രോൾ പമ്പ് ഭാരത്തിൽ. നമുക്ക് ഈ വണ്ടീനെ മറികടന്നിട്ടുണ്ടെങ്കിൽ ഊട്ടി റോഡ് മൈസൂർ റോഡൊക്കെ ആയതുകൊണ്ട് എല്ലായിടത്തും പമ്പുണ്ട്. പമ്പുണ്ട്, നല്ല ഹോട്ടലുകളുണ്ട്. ഇതാ ഇവിടെ നിന്നാണ് നമ്മൾ വണ്ടി എടുത്തിട്ടോ. കാർ എടുത്ത കട സെയിൻ കാർസ്. അവിടെ നിന്നാണ് ഈ മുതലിനെടുത്തത്. അവിടെ നമ്മള് കൊടുത്ത കാറ് അത് വേറെ പേര് കൊണ്ടുപോയിട്ടോ. ഒരു പെണ്ണല്ലേ വാങ്ങിയ ഡ്രൈവിംഗ് പഠിക്കാൻ പേരിയേട്ടൊരു റോഡാണ് ഊട്ടി റോഡ്. ഇവിടെ കുറേ സംഭവങ്ങളുള്ള റോഡാണ്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ബാംഗ്ലൂർ, മൈസൂർ, കൂടല്ലൂർ പോണ റോഡാണ്. പിന്നെ ഇടയ്ക്കര എല്ലാവർക്കും സുപരിചിതമായിരിക്കും ഈ ചന്ത കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. കാലിച്ചന്തയിൽ നിലമ്പൂര് ഏതൊക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ടൗണ് എടക്കരയല്ലേ. പൈക്കടവിനെക്കാട്ടിലും പൈക്കട ഒന്നുമില്ല. ഇടക്കരയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ. നിലമ്പൂരാണ് എടക്കരയാണോ? ഇടക്കര അടുത്ത് പാലുണ്ടെന്ന് തിരിഞ്ഞു പോണതാണ് കേരളത്തിലെ ഏറ്റവും വലിയ പിന്നെ കൃഷിത്തോട്ടം. മുണ്ടേരി എന്ന് പറയുന്ന സ്ഥലം. കൃഷിഫാം. നമുക്ക് ഒരു ദിവസം പോവാം. പോയിട്ടുണ്ട് അവിടെ കുറേ പ്രാവശ്യം. ഒരു ദിവസം അതിൻ്റെ ഉള്ളിൽ പോയിട്ടില്ല. ഉള്ളിൽ പോകണം. നല്ല കാണാണ്ട്. അതിൻ്റെ ഒരു ശാഖ ഈ ഭാഗത്തുണ്ട് കേട്ടോ. കുറച്ചും കൂടെ അപ്പുറത്ത് പോയിട്ട് അതുപോലെ കുറേ പ്രശസ്തമായ സ്ഥലങ്ങളാണ്. പിന്നെ നമ്മുടെ ചന്തക്കുന്ന് ബംഗ്ലാവ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ കാണാനുള്ളതാണ്. ഇതൊക്കെ നമ്മൾ അവിടെ ഇപ്പോൾ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. ഒരു നീരജ് മാധവിന്റെ പടത്തിന്റെ ഷൂട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാനുണ്ട്. പക്ഷെ ഇപ്പോൾ നമ്മൾ വേറെ കാര്യത്തിന് പോവുകയായതുകൊണ്ട് അതൊന്നും നമ്മൾ എടുക്കുന്നില്ല. പക്ഷെ എന്തായാലും
അങ്ങനെയൊക്കെ വരണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമുക്കത് ഇടാനുള്ള പ്രചോദനമുള്ളൂ. അത് നമ്മൾ വീഡിയോ എടുത്തിടും. ഇപ്പോൾ ഒരു ലൈക്ക് അല്ല, നമുക്ക് എത്ര ഫോക്കസാണ് വേണ്ടത്. ലൈക്ക് ഇനിയിപ്പോൾ കുറഞ്ഞാലും നമുക്ക് വിഷയമില്ല. ആളുകൾ കാണുക, ആളുകളിലേക്ക് നമ്മൾ എത്തിക്കുക. അപ്പം എത്തിക്കുമ്പോൾ എന്താ വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ കൂടുതലായിട്ട് എത്തിക്കും. ഇവിടെ ക്യാമറ ഉണ്ട് കേട്ടോ, ശ്രദ്ധിക്കണം. സീറ്റ് ബെൽറ്റ് ഇട്ടില്ലേ? പിന്നെ ടൗണും കാര്യങ്ങളൊക്കെ പറഞ്ഞ് വരും. ഈ അടുത്ത ടൗൺ എന്ന് പറയുന്നത് ചുങ്കത്ര എന്ന് പറയുന്ന ടൗണാണ്. ചുങ്കത്ര എന്ന് പേര് വരാൻ കാരണം എന്താണെന്ന് എനിക്കറിയില്ല. ഓരോന്ന് പേരും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വരും. ഓരോ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന സ്ഥലമാണ് മലപ്പുറം ജില്ലയിലെ വിവിധ സ്ഥലങ്ങൾ അല്ലേ. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് അവിടെ ഇപ്പോൾ കോഴിക്കോടിൻ്റെത് ആയിട്ടുള്ള സ്ഥലത്ത് പോവാം. പിന്നെ അകമ്പാടം പോയി കഴിഞ്ഞാൽ വാട്ടർഫാൾസ് ഉണ്ട്, വെള്ളച്ചാട്ടം ഉണ്ട്. പിന്നെ അവിടെ തന്നെ ഓം കുരിശുപാറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വേറെ നെടുങ്കയം ഫോറസ്റ്റ് ഉണ്ട് കേരളയിൽ. പിന്നെ നിലമ്പൂർ എന്ന് പറഞ്ഞാൽ കുറേ പ്രകൃതിദത്തമായിട്ട്. പിന്നെ കാളിയാവ് പോവുകയാണെങ്കിൽ തന്നെ അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്, ഫേമസ് ആയിട്ടുള്ള ചാട്ടമാണ്. അവിടെ നിന്നാണ് ഒരു പയ്യൻ പന്ത് തട്ടിയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം 3 മില്യണോ 4 മില്യണോ വ്യൂസ് പെട്ടെന്ന് കയറിയ ഒരു വീഡിയോ ആ ഭാഗത്തു നിന്നാണ്. കേരളാംകുണ്ട് വാട്ടർഫാൾസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം. ഇതിപ്പോൾ നമ്മൾ ഈ ചുങ്കത്രയോട് എടുത്തിട്ട്, ചുങ്കത്ര എന്ന് പറയുന്ന സ്ഥലമാണ് ഇനി അടുത്ത ജംഗ്ഷൻ വരുന്നത്. അപ്പോൾ ചുങ്കത്രയിൽ പ്രത്യേകിച്ച് കാണാനില്ല. പിന്നെ ഇവിടെ ഇടമല വളവുണ്ട്. പിന്നെ ഇവിടെ തന്നെ പ്രത്യേകമായിട്ടുള്ളൊരു സ്ഥലമുണ്ട്, ഞാൻ കാണിച്ചു പോകുമ്പോൾ. നല്ല ഭംഗിയുള്ള ഒരു ഏരിയയാണ്. ഞാൻ കാണിച്ചിട്ടുണ്ട്. അവിടെ പ്രത്യേകതകൾ കുറേ ഉണ്ട്. നല്ലതല്ല, ബാഡായിട്ടുള്ള കുറച്ച് പ്രത്യേകത കാണുന്നത്. പിന്നെന്താ പറയുക, അങ്ങനെയൊക്കെയാണ്. ചുങ്കത്രത്തെ സ്കൂളാണ് കേട്ടോ, മർത്തോമ അല്ലേ, MBM സ്കൂള്. പിന്നെ ഇവിടെ ഫേമസ് ആയിട്ടുള്ള മർത്തോമ കോളേജാണ്. നമ്മളെ പറവ എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ ഉള്ളൊരു പയ്യൻ ഇവിടെയാണ് പഠിച്ചിരുന്നതൊക്കെ. അതുപോലെ തന്നെ ഏതോ വേറൊരു പടം ഉണ്ടായിരുന്നല്ലോ, ഇടുക്കി ഗോൾഡ് എന്ന് പറഞ്ഞ പടത്തിലുള്ള ഒരു പയ്യൻ്റെ പേര് എനിക്ക് കിട്ടുന്നില്ല. അവൻ്റെ വീട് ഇവിടെയാണ്, ഈ ചുങ്കത്ര ഭാഗത്താണ് വീടുള്ളത്. നടന്മാരൊക്കെ ഇവിടെ ഉള്ളതാണ്. നമ്മളിപ്പോൾ ഇടക്കര സാന്ദ്ര തോമസിൻ്റെ വീടുണ്ടായിരുന്നു, പക്ഷെ അത് കവർ ചെയ്യാൻ പറ്റില്ല, ബ്ലോക്ക് പെട്ടുകൊണ്ട്. പിന്നെ കുറേ ഫേമസ് ആയിക്ക ആൾക്കാരുടെ സ്ഥലവും വീടൊക്കെ ഉള്ള ഏരിയ. ചന്തകുന്നിലാണ് റഹ്മാന്റെ റഹ്മാൻ്റെ, അതെ, റഹ്മാൻ നമ്മുടെ അയൽവാസിയാണ്. പക്ഷെ അവരൊന്നും ഇവിടെ വരാത്തതുകൊണ്ട് കാണലുമില്ല. കാണാണെങ്കിൽ നമുക്ക് വീഡിയോ കൊടുത്തിരുന്നു. ഇടയ്ക്ക് പള്ളിയിലൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട്, പക്ഷെ ആ സമയത്തൊന്നും നമ്മളെ വീഡിയോ എടുക്കലും കുറഞ്ഞിട്ടില്ല. അങ്ങനെ ഇതാണ് ചുങ്കത്ര മെയിൻ ടൗൺ. ചുങ്കത്രയ്ക്ക് എത്തുന്നത് കൂടുതലും മുണ്ടേരി ആ ഭാഗത്തു നിന്നുള്ള ആൾക്കാരൊക്കെ ഇവിടെ ടച്ച് ചെയ്തിട്ടാണ് പോവാം. നിലമ്പൂർ പോകണമെങ്കിൽ അതൊന്ന് ടച്ച് ചെയ്യണം. ഇവിടെ തന്നെ നിലമ്പൂരും ചന്തകുന്നൊക്കെ പോകുന്നവരും ചുങ്കത്ര ടച്ച് ചെയ്യണം. ഇതൊരു പ്രത്യേക വളവായിരുന്നു. ആദ്യമൊക്കെ നല്ല അപകടങ്ങളും കാര്യങ്ങളൊക്കെ നടന്നു. ഇവിടെ ബസ് പറഞ്ഞിട്ടുണ്ട്. എന്നും ബസ് ആക്സിഡന്റ് പറ്റുന്ന സ്ഥലം. ഈ വീട് അങ്ങനെ ബസ്സൊക്കെ മറിഞ്ഞു പോയതാണ്. പിന്നെ അതിന് ശേഷം വെള്ളമൊക്കെ കയറി ഈ സ്ഥലത്തേക്ക് വെള്ളമൊക്കെ വന്നിരുന്നു. അതിന് ശേഷം പ്രാവശ്യം ബസ്സുകൾ മറിഞ്ഞിട്ടുണ്ട്. വീടിന്റെ മുകളിലായി ചെറിയ വീടുകളായിരുന്നു. റോഡ് നന്നാക്കിയതുകൊണ്ട് ഇപ്പം കുഴപ്പമില്ല. പുരാതനമായിട്ടുള്ള വീടുകളൊക്കെ ഇവിടെ കാണാം. ഇങ്ങനത്തെ ഓടിട്ട വീടൊക്കെ വളരെ കുറവാണ്. ഇതൊക്കെ അന്ന് ഇതിനേക്കാൾ താഴ്ചയിലായിരുന്നു. ഇപ്പോൾ റോഡ് ലെവലാക്കിയപ്പോൾ ഇത് വന്നു, ഹൈറ്റ് കറക്റ്റായി വന്നു. പിന്നെ മണ്ണിട്ട് കുറേ പൊടിച്ചു എന്നുള്ള സ്ഥലങ്ങളാണ്. അപ്പം ചുങ്കത്ര ടൗൺ കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ പോകുന്നത് അടുത്ത് റേഞ്ചില്ലാത്തൊരു ഏരിയയും അതുപോലെ തന്നെ ഇതാണ് കരിമ്പുഴ എത്തുന്നതിന് മുമ്പുള്ള പൂച്ചക്കുത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഇനി എത്താൻ പോകുന്നത്. പൂച്ചക്കുത്തിനെ പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ അപകടങ്ങളൊക്കെ സംഭവിക്കുന്ന ലാസ്റ്റ് ഒരു ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായി. 2 പേര് മരിച്ചു. അത് വ്ലോഗ് ചെയ്യുന്ന ആൾക്കാരെ തോന്നുന്നു. അപകടം കുറഞ്ഞ എന്താ, അമ്പുകൾ അവിടെ ഇവിടെ അമ്പുകൾ ഉണ്ടാക്കി. അതുപോലെ പിന്നെന്താ ഈ നോട്ടീസ് ബോർഡ് എഴുതി വെച്ചല്ലേ. ഇവിടെ എന്താ വെച്ചാൽ ഈ റോഡ് ഇങ്ങനെ ഇത്രയും ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ ആളുകൾ ചവിട്ടി വിടും. ഏകദേശം ഒരു 60, 80, 90, 100 കിലോമീറ്റർ സ്പീഡിലൊക്കെ ചവിട്ടി വിടും. അപ്പം ഈ ചവിട്ടി വിടുമ്പോൾ ഇപ്പം ഇവിടെ ഒന്നും പ്രശ്നങ്ങളില്ല. കാരണം വെച്ചാൽ ഇവിടെ അപ്പുറത്തും ഇപ്പുറത്തും ബിൽഡിങ്ങുകളായതുകൊണ്ട് ഒരു പ്രശ്നമില്ല. ഇനി നമ്മൾ പോകുന്നൊരു ഫോറസ്റ്റ് പോലത്തെ ഒരു ഏരിയ
അങ്ങനത്തെ ഒരു ഏരിയയിലേക്കാണ്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനങ്ങൾ കാണൂല ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡിൽ എപ്പോഴും, ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കാണിച്ചാൽ ആ സൈഡ് ഭാഗത്ത് എപ്പോഴും ഒരു പൊടി ഉണ്ടാവും. ഈ പൊടി മീൻസ് എന്താ വെച്ചാൽ ഈ മരത്തിൻ്റെ പൊടികളും ഈ ഇലകളൊക്കെ വീണിട്ട് അത് മഴയൊക്കെ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക വഴുക്കൽ ഉള്ള ഒരു അവസ്ഥ ഉണ്ടല്ലോ, ആ അവസ്ഥയാണ് എപ്പോഴും ഉണ്ടാവുക. മഴക്കാലത്താണ് കൂടുതലായിട്ട് അപകടം. കാരണം ടയർ പെട്ടെന്ന് സ്ലിപ്പായി, എഡ്ജ് നല്ല എഡ്ജുണ്ട്, അപ്പോൾ ആ എഡ്ജിലേക്ക് പോകും. ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആണ്. ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാന് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട്. ഈ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട് മാനൊക്കെ. പന്നികൾ ഭയങ്കര ശല്യം കേട്ടോ. പന്നികൾ എപ്പോഴും ഉണ്ട്. രാത്രിയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ബൈക്ക് യാത്രികർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ മുണ്ടേരി കൃഷി ഫാമിന്റെ ഒരു ഭാഗമാണ് ഈ സൈഡ് കാണുന്നത്. ഫാമാണ് അല്ലേ? അപ്പൊ ആ ഒരു ഏരിയ ആണ് ഈ കാണുന്നത്. ഇത് അവിടെ ഡേഞ്ചറസ് വളവ് എന്ന് എഴുതിയിട്ടുണ്ട്, മെല്ലെ പോകാൻ പറഞ്ഞിട്ടുണ്ട്. മലപ്പുറം ജില്ലാ കൃഷിത്തോട്ടം. ഈ കാണുന്നത് ഒരു ഫോറസ്റ്റ്. ഈ ഫോറസ്റ്റിന്റെ ഉള്ളിലാണ് എന്തുള്ളത്, മാനും കുരങ്ങ് കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ അധികം പണ്ടത്തെ പോലെ കാണില്ല. കാരണം വെച്ചാൽ കൂടുതലും കരിമ്പുഴ തേയിമസ്തിന്റെ അവിടെയാണ് കുരങ്ങുകളൊക്കെ സ്റ്റംപ് ചെയ്തിട്ടുള്ളത്. കാരണം വെച്ചാൽ അവിടെ ഭക്ഷണം കിട്ടും. അപ്പൊ ഇവിടെ അങ്ങനെ കൂടുതൽ അപകടങ്ങളായതുകൊണ്ട് എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ അപകടങ്ങളുള്ള ഇല്ലാത്ത ദിവസം ഉണ്ടായിരുന്നില്ല. അതിനുശേഷം റോഡ് നന്നാക്കിയ സമയത്ത് ഇവിടെ പിന്നെ കാണാൻ 2-3 ഹമ്പ് ഇട്ടതിന് ശേഷം ഒരു പരിധി വരെ ഒരു 50-60%, ഒരു ഏകദേശം ഒരു 75% വരെയുള്ള അപകടങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ കൂടുതൽ അപകടങ്ങൾ വരുന്നത് അശ്രദ്ധ മൂലമുള്ള അപകടങ്ങളാണ് ഇവിടെ ഇപ്പം നിലവിലുള്ളത്. അല്ലാതെ ശ്രദ്ധിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹമ്പുള്ളതുകൊണ്ട് തന്നെ അപകടങ്ങൾ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ എല്ലായിടത്തും അപകട മേഖല ആ മൊളേരി അയ്യോ അത് വിട്ടുപോയി പെട്ടിട്ടുണ്ടോ? ഏതൊരു പടത്തിലുണ്ടല്ലോ മൊളേരി കഞ്ഞി എന്നൊക്കെ പറഞ്ഞിട്ട്, ആ കഞ്ഞി ഉണ്ടാക്കി കുടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ കേരളത്തിലെ പ്രകൃതി എന്ന് പറയുമ്പോൾ ഈ പ്രകൃതി കണ്ട കാടിൻ്റെ ഉള്ളിൽ ഒരു മൈസൂര് നമ്മുടെ ഊട്ടിയിലൊക്കെ പോകുന്ന റോഡിന്റെ ഒരു പ്രതീതിയാണ് ഈ ഭാഗത്തുള്ളത്. നല്ല ഭംഗിയുള്ള അടിച്ച് പൊളിച്ച റോഡാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഈ ഭംഗി ആസ്വദിച്ച് പോകാൻ ഇങ്ങനെ മെല്ലെ പോയി കഴിഞ്ഞാൽ കണ്ട റോഡ് സ്ലിപ്പറി ആണെന്നുള്ളതാണ് ആ ബോർഡ് സൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താ വെച്ചാൽ ഏത് സമയത്തും ഈ സൈഡിൽ പൊടികൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ശ്രദ്ധിച്ച് പോകാൻ ഏത് വണ്ടിയും ഒരിക്കലും എന്ത് ചെയ്യരുത്, ആ സൈഡ് ചേർന്ന് പോകരുത്. പരമാവധി നമ്മൾ വേഗത കുറച്ച് പോവുകയാണെങ്കിൽ കൂടുതലും ബൈക്കുകാരാണ് കൂടുതലായിട്ട് എന്ത് ചെയ്യുക, ഈ വണ്ടി ഫാസ്റ്റ് പോവുക, ഈ വണ്ടീൻ്റെ ഇടയിൽ കൂടെ കയറുക, പിന്നെ സൈഡ് എഡ്ജ് ഇതായി പോവുക. അപ്പോൾ സ്ലിപ്പ് ബൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ 1 ഇഞ്ച് മാത്രമേ മുട്ടുള്ളൂ അതിൻ്റെ ടയർ. കാറ് വലിയ സേഫ്റ്റി എന്നോ അല്ലെങ്കിൽ കാറിൽ പോകണോണ്ടുള്ളത് കൊണ്ടല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഒരിക്കലും ഞാൻ പ്രോത്സാഹിപ്പിക്കുന്ന ബൈക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിഷ്ടമുള്ള നിഞ്ച H2R എടുക്കാനുള്ള സാമ്പത്തികമൊന്നുമില്ല. എങ്കിലും ഭാവിയിൽ എടുക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ഒരു വണ്ടിയാണ്. പക്ഷേ നമ്മളെന്താ വെച്ചാൽ ബൈക്ക് എന്ന് പറയുമ്പോൾ അത് 1 ഇഞ്ച് മാത്രമേ കാലിൽ തട്ടുള്ളൂ. അപ്പോൾ എന്താ പറയുക, നമ്മൾ ബൈക്ക് പോകുമ്പോൾ കാറ്റൊക്കെ അടിച്ച് നല്ല മാൻ ക്രോസ് ചെയ്യുന്നതിൻ്റെ സൈനാണ് അവിടെ ഉള്ളത്. മലാനും അങ്ങനെയുള്ള പല മാനുകളും ഇതിൽ ക്രോസ് ചെയ്യും. പിന്നെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇനി കാണാൻ പോകുന്ന നിലമ്പൂർ ടേക്ക് മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലൂടെയാണ് പോവുക. അപ്പോൾ അതും നല്ല ഭംഗിയുള്ള, അതെ ചാലിയാർപ്പുഴ ഇപ്പം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടൊക്കെ ഉണ്ടാവും. ഇപ്പം അടുത്ത് പ്രളയവും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് ചാലിയാർപ്പുഴയിലൂടെയാണ് പല സംഭവങ്ങളുണ്ടായി. അത് ഞാൻ ഓർമ്മിപ്പിക്കുന്നില്ല, കാരണം ചില സങ്കടമായ കാര്യമാണ്. പിന്നെ ഇത് നേരെ വരുമ്പോൾ KTDCൻ്റെ ഹോട്ടൽ, റൂം, റെസ്റ്റോറൻറ്റ്, ഗവൺമെൻറ്റിനാണ് ഇവിടെ നല്ല ചീപ്പ് റേറ്റിൽ താമസിക്കാനൊക്കെ പറ്റും. കാരണം ഇത് പുഴയോട് ചാരി ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിരിക്കും ഇവിടെ ഇരിക്കാനും താമസിക്കാനൊക്കെ കേട്ടോ. ഞാൻ പോയിട്ടില്ല, ഒരു പ്രാവശ്യം ഭക്ഷണം കഴിക്കാൻ എന്തോ റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ട്. ഇതാണ് ചാലിയാർപ്പുഴ. ചാലിയാർപ്പുഴയ്ക്ക് പഴയ ഒരു പാലം ഉണ്ടായിരുന്നു അവിടെ. ആ പാലം ഇപ്പം ഇല്ല. പണ്ടത്തെ ചെറിയ റോഡും ആ സൈഡിലുണ്ടായിരുന്നു, കാട് മൂടിയിട്ട് പോയിട്ടുണ്ട്. പിന്നെ പുതിയ ബിൽഡിങ്ങുകൾ ഒരുപാട് വരുന്നുണ്ട്. അതായിരുന്നു പണ്ടത്തെ റോഡ് കേട്ടോ. പഴയ റോഡ് ഇതിലിങ്ങനെ കയറി വരികയാണ്. ഇത് പുതിയ റോഡാണ്. ഇനി അടുത്ത് നമ്മൾ കരിമ്പുഴ എത്തി. ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് തേക്ക് മ്യൂസിയം. തേക്ക് മ്യൂസിയം എന്ന് പറഞ്ഞാൽ വേൾഡ് ഫേമസ് ആയിട്ടുള്ള അതെ, കേരളത്തിലുള്ള ഒട്ടുമിക്ക ആളുകളും തേക്ക് മ്യൂസിയം കണ്ടിട്ടുണ്ടാവും. ലോകത്തിലെ ഏറ്റവും വലിയ തേക്ക് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ കനോലി ഫോർട്ടിലാണ് ഈ സൈഡ്. ഇവിടെ കുരങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഈ ചൂട് കാലാവസ്ഥ ആയതുകൊണ്ടായിരിക്കും ഒന്നും റോഡിൽ കാണാത്ത, അല്ലെങ്കിൽ റോഡിലൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ വഴിയോര കച്ചവടക്കാരുണ്ട്. അപ്പം നമ്മുടെ നാട്ടിലുള്ളവർക്കൊന്നും അത്ര ഇൻട്രസ്റ്റ് ഇല്ല തേക്ക് മ്യൂസിയം കാണുന്നോണ്ട്.
എന്നാ മ്യൂസിയത്തിന് ഗേറ്റ് പുറത്തുള്ള ആൾക്കാർക്കാണ് കൂടുതൽ ഇവിടെ. തിങ്കളാഴ്ച ദിവസം ഇവിടെ അവധിയായിരിക്കും. ഞായറാഴ്ച ദിവസം വരെ ഇവിടെ ഉണ്ട്. തിങ്കളാഴ്ച ദിവസം അവധിയായിരിക്കും തേക്ക് മ്യൂസിയം ഉണ്ടാവുക. ഇവിടെ പിസ്സ ഹട്ട് പറഞ്ഞു അല്ലേ? തേക്ക് മ്യൂസിയം ഇപ്പം നമ്മൾ കഴിഞ്ഞിരിക്കും. അതിന്റെ ഓപ്പോസിറ്റ് ആണ് നമുക്ക് പ്രകൃതി ഭംഗിയായിട്ട് കാണാനുള്ള റോഡ് എന്ന് പറഞ്ഞാൽ കനോലിയാണ്. അപ്പോൾ ഇനി കനോലി ടൗൺ ഏകദേശം കഴിഞ്ഞു. ഇവിടെ ഷൂട്ടിംഗ് തുടങ്ങുന്ന ചന്ദ്രപുരം ബസ് സ്റ്റാൻഡിന്റെ നേരെ ഓപ്പോസിറ്റ് കുറച്ച് ഉള്ളിൽ പോകണം. ബംഗ്ലാവുന്ന റോഡാണ് മേളിൽ കാണുന്നത്. അവിടെ ഷൂട്ടുണ്ട് മേളിൽ. ഇവിടുത്തെ ഏറ്റവും വലിയ സിനിമ തിയേറ്റർ അതുപോലെ ഗൾഫോണും ജാംജും ഒക്കെ ഇവിടെയാണ്. ഇപ്പൊ ഏതോ ഓടണാവൂലെ? നല്ല മൂവിയാണ്. കുറെ ആയിട്ട് മൂവിക്ക് പോയിട്ട്. നോമ്പിന്റെ മുന്നേ പോയതല്ലേ നമ്മള്. ഏതായിരുന്നു സിനിമ കാണണമെന്നുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ഇപ്പോൾ സമയമില്ല പല കാര്യങ്ങളായിട്ട്. ഇതിന് വേണ്ടിയിട്ട് നല്ലൊരു തുണി ഷോപ്പാണ് ഇത്. ശോഭിക ശോഭിക എടുത്തു. നല്ല ബ്രൈഡൽ കളക്ഷനാണ് കൂടുതലും. താഴെ സംഭവത്തിന് റോഡ് എടുക്കാൻ ഇങ്ങനെ വീട് എടുത്തോണ്ട് പേര് കേട്ടിട്ടുള്ള MP ആണ് അബ്ദുൽ വഹാബ് MP എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വീടും പരിസരമാണ് ഈ കാണുന്നത് കേട്ടോ. റൈറ്റ് സൈഡിൽ കാണുന്നത്. ലെഫ്റ്റ് സൈഡ് നമ്മുടെ KSRTC ഡിപ്പോ കാര്യങ്ങളാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ ആരും പ്രവേശിക്കലൊന്നുമില്ല, പോലില്ല. കാണാനൊക്കെ പോവാൻ ഇത് വേറെ നിലമ്പൂർ സെഷൻസ് കോടതി തന്നെ. നമ്മുടെ മെയിൻ നിലമ്പൂർ പാട്ട് വരുന്ന ഏരിയ. അതെ, നിലമ്പൂർ പാട്ട് വരുന്ന സ്ഥലങ്ങളാണ്. നിലമ്പൂർ പാട്ടിൻ്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ. ഇനി നമ്മൾ നേരെ കടക്കാൻ പോകുന്ന കനോലിയിലേക്കാണ്. കനോലി പ്ലോട്ടിൻ്റെ ഒരു ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ നോക്കിയിട്ടാണ് ഇവിടെ പിന്നെ കുറച്ച് തിരക്ക് കാണും. കാരണം കേരള ഗവൺമെൻറ്റിന് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന ബിവറേജസ് കോർപ്പറേഷൻ ഈ ഭാഗത്താണുള്ളത്. അതുകൊണ്ടുള്ള തിരക്ക്. നമ്മൾ നേരെ കടക്കാൻ പോകുന്നത് സ്വർഗത്തിലോ അതോ സ്വപ്നത്തിലോ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. കനോലി പ്ലോട്ട്. കനോലി പ്ലോട്ടിൻ്റെ പ്രത്യേകത വെച്ചാൽ ഉള്ളിൽ ഒരു പാലമുണ്ട്, തൂക്കുപാലം. അതുപോലെ തേക്കുകളെല്ലാം ലേലം വിളിച്ചു കൊടുക്കുന്നതാണ്. ഈ കനോലി പ്ലോട്ടും അതുപോലെ തന്നെ നമ്മുടെ നെടുങ്കയം ഒരു അടുത്തുള്ള ഒരു സിനിമയിൽ വന്നിട്ടുണ്ട്. ആസിഫ് അലീൻ്റെ പടത്തിൽ വന്നിട്ടുണ്ട്. വിജയരാഘവനാണ് അച്ഛനായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. പടം എന്താ ദൃഷ്ടി അങ്ങനെ എന്തോ ആണ് കാര്യം. കറക്റ്റ് പേര്. ഇതാണ് കനോലി പ്ലോട്ട് വന്നിട്ട് ഏറ്റവും മനോഹരമായിട്ടുള്ള, അതുപോലെ തന്നെ എല്ലാ സമയത്തും മഴ കിട്ടുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. മഴ ഉണ്ടാവും ഏത് സമയത്തും. ഇപ്പം മഴ നമുക്കില്ല, നല്ല വെയിലുള്ള കാലാവസ്ഥയാണ്. എന്നാലും ഇവിടെ നല്ല ക്ലൈമറ്റാണ്, നല്ല തണുപ്പാണ്. കുറേ ആളുകൾ ഇവിടെ വ്യവസായം ചെയ്യുന്നുണ്ട്. ചെറിയ കച്ചവടങ്ങളൊക്കെ ചെയ്തിട്ട് ജീവിച്ചു പോകുന്നുണ്ട്. കനോലി പ്ലോട്ടിൻ്റെ എൻട്രൻസും കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടുന്ന് റൈറ്റ് സൈഡിൽ കാണുന്നതാണ്. ഇവിടെയാണ് തേക്കും കാര്യങ്ങളൊക്കെ ലേലം വിളിച്ച് കൊടുക്കുന്ന ഏരിയ. ഓരോരുത്തരും ബൈക്കിലും എല്ലാം ആസ്വദിച്ച് പോകേണ്ട സ്ഥലങ്ങൾ. ഇതാണ് കനോലി പ്ലോട്ടിൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രൻസ്. ഒരാൾക്ക് 100-80 അങ്ങനെ എങ്ങാണ്ടാണ് ഫീ തോന്നുന്നത്. അതുപോലെ തന്നെ ഇവിടെ കനോലി പ്ലോട്ടിൽ തന്നെ പണ്ടത്തെ ഫാക്ടറിയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. പിന്നെ ഇവിടേക്ക് ഒരു KSRTC ബസ്സൊക്കെ ഉണ്ട് കേട്ടോ. രാവിലെ കോഴിക്കോട് നിന്നോ മറ്റോ KSRTC ബസ് ഇവിടെ വന്നിട്ട് കനോലി പ്ലോട്ട് അതുപോലെ കക്കാടംപൊയിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി പോകുന്ന ഒരു ഏരിയയാണ്. അങ്ങനെ നമ്മൾ കനോലി പ്ലോട്ട് ഏകദേശം കഴിഞ്ഞു. ഇത്രയാണ് കനോലി പ്ലോട്ട് ഉള്ളത്. ഇനി നമ്മൾ ചാലിയാറിൻ്റെ മുകളിലൂടെ തന്നെയാണ് പോകുന്നത്. അടുത്തൊരു പാലം കൂടെ നമ്മൾ ക്രോസ് ചെയ്തിട്ട് അടുത്ത് പോകുന്നത് വടപുറം എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. വടപുറം കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ ഈ റോഡ് പണി കഴിഞ്ഞുകൊണ്ടാണ്. പുതിയ റോഡായതുകൊണ്ടാണ് നല്ല ഇതിൽ മെല്ലെ ആണെങ്കിലും പെട്ടെന്ന് എത്തുന്നത്. മറ്റേതില്ലെങ്കിൽ നമ്മൾ ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ എടുത്തു കഴിഞ്ഞാൽ അടക്കരയിൽ നിന്ന് ഇവിടെ നിലമ്പൂർ ഈ ഭാഗത്തേക്കൊക്കെ എത്തുള്ളൂ. അപ്പോൾ ഏകദേശം നമ്മൾ ഞാൻ പറഞ്ഞില്ലേ 20-25 മിനിറ്റ്. ഇപ്പോൾ 12:44 സമയമുണ്ട്. 12:20 നമ്മൾ വന്നിട്ടുള്ളത് അല്ലേ? 12:15 ഇടക്കരയിൽ നിന്ന് നമ്മൾ പോകുന്നത്. അപ്പം അത്രയും ടൈം കൊണ്ട് എത്തിയത്. റോഡ് നല്ല റോഡായതുകൊണ്ട്. പണ്ട് നല്ല കുഴിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള റോഡായിരുന്നു. പിന്നെ എന്താ പറയുക, ഇവിടെ ഡേഞ്ചർ ആയിട്ടുള്ള ഇവിടെ നിന്നാണ് പെരിന്തൽമണ്ണ, തൃശ്ശൂർ അങ്ങനെയൊക്കെ പോകുന്ന ഒരു ഏരിയ ഉള്ളത്. ഈ കാണുന്ന ലെഫ്റ്റ് റോഡ് പെരിന്തൽമണ്ണ വഴി പോകുന്നുണ്ട്.
ചികിത്സ കാര്യങ്ങളാണ്, നല്ല ഡോക്ടറാണ്. പല കാര്യങ്ങളും ഇപ്പം നമുക്ക് എന്താ വെച്ചാൽ പല അസുഖത്തിൻ്റെ പേരുകളൊക്കെ ഉണ്ട്. ഓരോരുത്തർക്കും ഓരോ ഇതുണ്ടല്ലോ. അപ്പോൾ അതിനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കയറുകയാണ്. പിന്നെ എന്തായാലും ഹോസ്പിറ്റലിൽ ഇറങ്ങിയിട്ടുള്ള വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളതാണെങ്കിൽ നോക്കട്ടെ. ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഹോസ്പിറ്റലിലെത്തിയിട്ട് പിന്നെ നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പാർക്കിംഗ് സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു സ്ഥലമുണ്ട് കേട്ടോ. ഇവിടെ ഞാവൽപ്പഴം തിരഞ്ഞ് നടക്കുകയാണ്. ഞാവൽപ്പഴം നല്ലോണം ഉണ്ട്. ഇതിൽ കാണുന്നുണ്ടോ അറിയില്ല. ഇതാണ് ഞാവൽപ്പഴം. ഉണ്ടോ, നല്ല പഴുത്തിട്ടുണ്ട്, പഴുത്ത് വീഴുകയാണ് ഞാവൽപ്പഴം. രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ, രണ്ടെണ്ണം കിട്ടിയിട്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പം എന്താ വെച്ചാൽ കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ആ റേഞ്ചിൽ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കാമെന്ന് പറഞ്ഞു. കാരണം വെച്ചാൽ ഇനി ഡോക്ടറേക്ക് കാണിച്ചതിന് ശേഷം നമുക്ക് എന്താ വെച്ചാൽ ഇപ്പം ഇനി ഇത് ചെയ്യാനുള്ള സ്കാനിങ് ആണ്. സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ട്. അപ്പോൾ നല്ല ഞാവൽപ്പഴം കിട്ടിയിട്ട് അത് തിരഞ്ഞ് നടക്കുകയാണ് കേട്ടോ. ഞാവൽപ്പഴം ഇനി കഴുകിയിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ, അവിടെ നിൽക്കുന്നുണ്ട് കുറേ ആളുകൾ. നല്ല തിരക്ക്, നല്ല ക്രൗഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതാണ് പിന്നെ ഉള്ളിലത്തെ വീഡിയോ ഒന്നും എടുക്കാത്തത്. ഉള്ളിൽ ക്യാൻറ്റീൻ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ നല്ലൊരു ആംബിയൻസ് ആണ്. തൊട്ടിപ്പുറത്ത് ഒരുപാട് ഞാവൽപ്പഴം കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി ഞാവൽപ്പഴം തിന്നാനുള്ള പരിപാടി, അതെല്ലാം കൂടെ കഴുകിയിട്ട് ഷുഗറിന് നല്ലതാണ്. അപ്പോൾ നല്ല കഴുകിയിട്ട് നമുക്ക് കഴിക്കാം അല്ലേ. ഇവിടെ ബദാമുണ്ട് കണ്ടോ. ഹോസ്പിറ്റലിൽ ന്യൂ ലൈഫ് എന്ന് പറഞ്ഞിട്ട് കുറേ കണ്ടമാനം ആളുകളുണ്ട് കേട്ടോ. ഉള്ളിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ക്യാൻറ്റീനും എല്ലാവിധ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് പ്രസവിച്ച ആൾക്കാരൊക്കെ എത്തുന്ന സ്ഥലം. നമ്മൾ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ അല്ലേ, ഉള്ളൊരു കൂട്ടുകാരത്തിൻ്റെ കണ്ടില്ല, കൂട്ടുകാരത്തിൻ്റെ ഹസ്ബൻഡിനെ കണ്ടു. പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് കാണാൻ പറ്റുമോ നോക്കണം. സ്കാനിങ്ങിന് കയറിയതാണ്. ഇനിയിപ്പോൾ നമ്മളെ കയറണം. ഇവിടുത്തെ ക്യാൻറ്റീനാണ്. ക്യാൻറ്റീനിൽ സാധാ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. സാധാ ചോറ്, മീൻകറി 50 8 തിന്നണുണ്ടല്ലോ. വെട്ടി കഴിഞ്ഞു. എങ്ങനെയുണ്ടടി? ടേസ്റ്റ് ഉണ്ടോ? ഭക്ഷണം കഴിഞ്ഞപ്പോൾ ഒരു ഐസ്ക്രീം ഇവിടെ കഴിച്ചു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി നിലമ്പൂരെത്തി. സ്ക്രീൻ കാർഡ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്
ഇവിടെ സ്ക്രീൻ ഗാർഡിന് അതുപോലുള്ള കുറച്ച് ഐറ്റംസിനൊക്കെ നല്ലൊരു ഓഫറുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന സെൽഫി സ്റ്റിക്കൊക്കെ അല്ലേ, ഈ സെൽഫി സ്റ്റിക്കിന് നമുക്ക് വെറും 199 രൂപ ഓഫറുള്ളൂ. അപ്പോൾ എന്താ വെച്ചാൽ ഇതേപോലത്തെ മോഡൽസ് കുറേ ഐറ്റംസ്, ഇതൊക്കെ ഈ കിടക്കുന്ന സാധനങ്ങളൊക്കെ ഓഫർ സാധനങ്ങളാട്ടോ. അതാ സെൽഫി സ്റ്റിക്കിൻ്റെ ഇത് 199 രൂപ. അതുപോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള 799, 999 ഉള്ള ഐറ്റംസൊക്കെ നമുക്കൊരു 499 രൂപ റേഞ്ചിൽ ഓഫറിൽ നമുക്കുണ്ട് കേട്ടോ. ഇതാ 1099 രൂപ വരുന്ന സെൽഫി സ്റ്റിക്കാണത്. അപ്പോൾ ഇതേപോലത്തെ കുറേ ഐറ്റംസ് ഉണ്ട്. ഇത് കണ്ടോ, ഇതാണ് ആ 1099 രൂപയുടെ സെൽഫി സ്റ്റിക്ക്. അതിപ്പോൾ നമുക്ക് റീൽസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. കണ്ടോ, സംഭവം സെറ്റായിട്ട് നിൽക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വാച്ച് വിത്ത് എല്ലാ ഐറ്റംസും ആയിട്ട് ഒരു വാച്ച് ഉണ്ടാവും, ഹെഡ്സെറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് 799 രൂപ റേഞ്ച് നമുക്ക് പ്രൈസ് വരുന്നുള്ളൂ. അങ്ങനെയുള്ള പല കോംബോ സാധനങ്ങളും നമുക്ക് ഓഫറിലുണ്ട്. പിന്നെ നമുക്ക് അതുപോലെ തന്നെ കുറേ ഹെഡ്സെറ്റും കാര്യങ്ങളും, മാർഷലിൻ്റെ ഹെഡ്സെറ്റൊക്കെ 999 രൂപ, 799 രൂപ. പിന്നെ 3399 രൂപയ്ക്ക് ആക്റ്റീവ് നോയിസ് കാൻസലേഷനുള്ള നമുക്ക് ഡോൾബി അറ്റ്മോസ്ഫിയർ ഉള്ള സാധനം കിട്ടും കേട്ടോ. ഇത് പ്രൊമോയിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനീൻ്റെയാണ്. അതുപോലെ തന്നെ 1399 രൂപ, 1800 റുപ്യേൻ്റെ സാധനം. പക്ഷെ എനിക്കൊന്നും ഏറ്റവും ബെസ്റ്റ് ഇതായിരിക്കും തോന്നുന്നു. പിന്നെ JBL ഉണ്ട്. JBL നമുക്ക് 9999 ഐറ്റം നമുക്ക് 5999 രൂപ ഉള്ളൂ കേട്ടോ പ്രൈസ്. നമുക്ക് മാർഷൽ ഇപ്പോൾ എല്ലാവരും കൂടുതൽ ചോദിക്കുന്ന സാധനമാണ്. സാധനം നമുക്ക് 1420 രൂപയാണ് MRP വരുന്നത്. പക്ഷെ അത് ഓഫറിൽ എനിക്ക് തോന്നുന്നു 999 രൂപ എങ്ങാണ്ടുള്ളൂ. നമ്മളിപ്പോൾ ഈ ഷോപ്പിലൊന്ന് ജസ്റ്റ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, കുറേ സാധനങ്ങൾ ഓഫറിലുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗൾഫ് ഫോണിൽ കയറിയാണ്. ഗൾഫ് ഫോൺ അത്യാവശ്യം നമ്മുടെ ഈ നിലമ്പൂർ ചന്തക്കുന്ന് ഭാഗത്ത് അത്യാവശ്യം കസ്റ്റമറുള്ള ട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. നമുക്ക് ഏത് ഓഫറും ഏത് സമയത്ത് എപ്പോഴും നമുക്കൊരു ഓഫറുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഒട്ടിക്കുന്ന സ്ക്രീൻ ഗാർഡ് തന്നെ 300 രൂപ അവർ പറഞ്ഞത്, ഓഫർ കഴിച്ചിട്ട് 150 രൂപ ഉള്ളൂ. ഏകദേശം 50% ഓഫിലാണ് അവർ ചെയ്ത് തരാറുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മളെ യാത്ര ഇന്ന് ഏകദേശം ഒരു 4-5 മണി വരെ ആശുപത്രിയിൽ നിന്നിട്ടാണ് നമുക്ക് പോരാൻ പറ്റിയത്. അറിയാലോ, ആശുപത്രി പോയി കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്ക് 4 മണിക്കൂർ. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇവിടെ പോയിന് മറ്റേ ഗൾഫ് ഫോണിൽ പോയിട്ട് സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇതിൻ്റെ ഇടയിലിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടായിരിക്കും ഇതിടുക, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഇട്ടിട്ട് അതായിരിക്കും ഇടുക. പിന്നെ നമ്മളിപ്പോൾ തിരിച്ച് പോവാണ്. എടി ഇവിടെ ഒരു പമ്പ് കെട്ടി, HP-ൻ്റെ പമ്പ്. ഇതെന്ന് പറയുമ്പോൾ എന്താ ഈ സ്ഥലത്തിൻ്റെ പേര്? പൂളപ്പാടം എന്ന് പറയുന്ന സ്ഥലമാണ്. പൂളപ്പാടം എന്ന് പറയുമ്പോൾ നമ്മൾ തിരുവനന്തപുരം ഭാഗത്തുള്ള ആളുകൾക്ക് അതൊരു അഴുക്കം വാക്കാണ്. അപ്പം മരിച്ചിനിപ്പാടം എന്ന് പറയാം, മലയാളത്തിൽ പറയാം. നമ്മളിവിടെ കപ്പപ്പാടം എന്നൊക്കെ പറയുകയാണെങ്കിൽ, ഇവിടെ മലപ്പുറത്ത് ആ ഒരു ഭാഷയിലാണ് കപ്പേനെ പറയുക. അപ്പം ആ ഒരു ഏരിയ ആണത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് കിടക്കേണ്ടതൊക്കെ ഉണ്ട്. ഇവിടേക്ക് നമുക്ക് പറയാം വല്ലപ്പുഴ മുതിരി എത്തുന്നതിന് മുമ്പുള്ള കയറ്റാണ്. അപ്പോൾ ഇതിലിങ്ങനെ പോയിട്ട് വേണം നമ്മൾ വീട്ടിൽ പോകാൻ. ഇപ്പോൾ റോഡ് നല്ല സെറ്റപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ നല്ല പോയാൽ നല്ല അടിപൊളിയാണ്. ശരിക്കും രാത്രിക്ക് ഇതിൽ പോകുമ്പോൾ നല്ല അടിപൊളിയാണ്, നല്ല വ്യൂ കാര്യങ്ങളാണ്. ഇതൊരു കയറ്റാണ്. ഈ കുന്നിങ്ങനെ ഇറങ്ങുമ്പോഴാണ് നമ്മൾ മുതിരി എന്ന് പറയുന്ന സ്ഥലം. ഇത് പണ്ട് നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ആ പടത്തിൻ്റെ പേരെന്താ, മീര ജാസ്മിൻ പണ്ടൊരു പടം അഭിനയിച്ചിട്ടുണ്ട്. നമ്മളെ ആര്യയുടെ ഷൗക്കത്ത് സംവിധാനം ചെയ്ത പാടം ഒരു വിലാപം എന്ന് പറഞ്ഞൊരു പടം. ആ പടത്തിൽ പാടം ഒന്ന് വിലാപം എന്ന് പറഞ്ഞ പടത്തിൽ ഒരു പാടത്തിലെ സീനൊക്കെ കാണിക്കുന്ന പാടാണ് ഈ കാണുന്നത്. അപ്പോൾ അവിടെ എന്താ പറയുക, സീനറി ആയതുകൊണ്ട് തന്നെ കുട്ടികൾ കച്ചവടം കാര്യങ്ങൾ വ്യവസായങ്ങളാണ്. എല്ലാവരും വലിയവരായാലും ചായക്കട കച്ചവടം കാര്യങ്ങൾ. വൈകുന്നേരം സമയമാകുമ്പോൾ തട്ടുകട ചായ അതിപ്പോൾ ഇവിടെ ഫേമസ് ആണ്, ഭയങ്കരമായിട്ട് ഫേമസ് ആണ്. അപ്പോൾ ആ ഒരു പരിപാടിയാണ് ഞങ്ങൾ കഴിക്കാറൊക്കെ ഉണ്ട്. പക്ഷെ ഇന്നിപ്പോൾ എല്ലാവരും വണ്ടിയിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇറങ്ങുന്നില്ല. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ നല്ലൊരു ചായ ചൂടപ്പം പോലെ വിൽക്കുന്ന റെഡിമെയ്ഡ് കടികൾ മേടിച്ച് പോകാന്ന് വെച്ചു. അത് വളവെന്നാണ്, പൈപ്പാമ്പളവ് എന്ന് പറയുന്നത്. ഇവിടുത്തെ സ്ഥലങ്ങളുടെ പേരൊക്കെ ഭയങ്കര രസമാണ്. പൈപ്പാമ്പളവ്, പുള്ളി, ചെട്ടി, അങ്ങനെ മുതിരി, പിന്നെ വല്ലപ്പുഴ, അങ്ങനെ കുറേ പേരുകളുണ്ട്. ഇനിയിപ്പോൾ
വഴിയെ നമ്മളിങ്ങനെ ഡെയിലി വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ എല്ലാ ദിവസവും ഉണ്ടാവില്ലെങ്കിലും ഞായറാഴ്ച ആയിരിക്കും അപ്ഡേഷൻസ് കൂടുതൽ വരിക. ചിലപ്പം ലീവ് കിട്ടുന്നതിനനുസരിച്ച് അപ്ഡേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വ്ളോഗുകൾ ഏകദേശം ഒരു 30 മിനിറ്റ് കൊള്ളിക്കുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന വാക്കുകളും പ്രവർത്തികളൊക്കെ ചിലപ്പോൾ എങ്ങനെ ഈ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് ഫുള്ള് യാത്രയാണ്. ചിലർക്ക് ഈ യാത്ര കാണുന്ന തീരെ ഇഷ്ടമുണ്ടാവില്ല, ചിലർക്ക് ഈ യാത്ര കാണുന്ന ഇഷ്ടമുണ്ടാവും. ഞാനൊക്കെ ഭയങ്കര യാത്ര, ആര് വീഡിയോ വണ്ടി ഓടുന്ന വീഡിയോ ഉണ്ട് ഞാൻ ഭയങ്കരമായിട്ട് ഈ ക്രേസാണ് വണ്ടി ഓടുന്ന വീഡിയോ കാണാൻ വേണ്ടി. പിന്നെ സെൽഫി സ്റ്റിക്ക് വാങ്ങാൻ പോയിട്ടോ, രസമുണ്ട്. സെൽഫി സ്റ്റിക്ക് നോക്കാൻ പോയപ്പം 799 രൂപയ്ക്ക് നല്ലൊരു അടിപൊളി സാധനമുണ്ട്. അപ്പോൾ ഞാൻ കണ്ടുവച്ചു. ഇപ്പം ഇന്ന് മേടിച്ചില്ല, കാരണം വെച്ചാൽ ഇനി ഓഫറുകൾ വരും. നമ്മൾ ഓടിച്ചെന്ന് എടുക്കേണ്ട ആവശ്യമില്ല. ഓഫറുകൾ വരുന്ന സമയത്ത് ഒന്നും കൂടെ റേറ്റ് കുറയാനൊക്കെ ആയിട്ട് കാത്തില്ല. അപ്പോൾ നമ്മൾ വളവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് കരിസ്മ പോയാണ്. ഇവിടെ നമുക്ക് ചൂടപ്പം പോലത്തെ എണ്ണക്കടി ഉണ്ടാവും. അവിടെ ചൂടപ്പം പോലെ ചായക്കട എന്ത് ചെയ്യും, മണ്ടി അങ്ങോട്ട് എടുത്താൽ